ഓം ശാന്തി. ഇന്ന് പരമപ്രിയനായ പരമാത്മാവ് എന്താണ് മുരളിയിൽ പറഞ്ഞിരിക്കുന്നതെന്ന് കേൾക്കാം. ഇന്നത്തെ മുരളി ഡേറ്റ് 24/11/2020. बहरने मीठे बच्चे, तुमने दुख सहन करने में बहुत टाइम वेस्ट किया है. अब दुनिया बदल रही है. तुम बाप को याद करो, सदो प्रदान बनो तो टाइम सफल हो जाएगा. വളരെ മധുരമായ കുട്ടികളെ, നിങ്ങൾ ദുഃഖം സഹിച്ച് അനേക സമയം നഷ്ടമാക്കി വ്യർത്ഥമാക്കി കളഞ്ഞു. ഇനി നിങ്ങളുടെ സമയത്തെ സഫലമാക്കൂ. അപ്പം അതിനുവേണ്ടി ബാബയെ ഓർമ്മിക്കൂ, തന്നെ സദോപ്രധാനമാക്കൂ. അപ്പോൾ ബാബ പറയുന്നത്, ഈ ജന്മത്തിലും ദേഹാഭിമാനം കാരണം ദേഹബോധത്താൽ അനേക പ്രകാരത്തിലുള്ള ദുഃഖം അനുഭവിച്ചു. അതുപോലെ അനേക ജന്മങ്ങൾ ദ്വാപരയുഗം മുതൽ ദേഹാഭിമാനിയായതുകൊണ്ട് ദുഃഖം അനുഭവിച്ചു. കാരണം ദേഹാഭിമാനം ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും വികാരങ്ങളുണ്ടാകും. അപ്പോൾ തീർച്ചയായിട്ടും സുഖവും ദുഃഖവും മാറി മാറി അനുഭവിക്കേണ്ടി വരും. സദാ സുഖം അനുഭവിക്കാൻ സാധിക്കില്ല. അപ്പോൾ ബാബ പറയുക, ഇപ്പോൾ നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തെ സഫലമാക്കണം. ജീവിതം സഫലമായെന്ന് വെച്ചാൽ എപ്പോഴാണ് നമ്മുടെ ജീവിതത്തിൽ സദാ സന്തോഷം ഉണ്ടാകുന്നത്, ദുഃഖമില്ലാതെ യുദ്ധമൊന്നുമില്ലാതെ സദാ ജീവിതത്തെ സന്തോഷപ്രദമായി ആസ്വദിച്ച് ചിലവഴിക്കാൻ സാധിക്കുന്നത്. അപ്പോഴാണ് നമ്മൾ നമ്മളുടെ ജീവിതം സഫലമാക്കി, സമയം സഫലമാക്കി എന്ന് പറയാൻ സാധിക്കും. ബാബരപ്പം ഇത്രയും ജന്മങ്ങളായി ഈ ജന്മത്തിലും ബാബയെ കിട്ടുന്നതിന് മുമ്പ് ഒത്തിരി ദുഃഖം, പല പ്രകാരത്തിലുള്ള ദുഃഖത്തെ സഹിച്ചു, പ്രശ്നങ്ങളെയൊക്കെ ഫേസ് ചെയ്യേണ്ടി വന്നു. പക്ഷെ ഇനി അങ്ങനെ ആയിരിക്കില്ലെന്ന് പറയും. പക്ഷെ അതിനുവേണ്ടി നമ്മൾ മനസ്സിലാക്കണം, ഇപ്പോൾ ഈ ലോകം പരിവർത്തനപ്പെടാൻ പോവുകയാണ്. പഴയ ലോകം മാറി പുതിയ ലോകം വരാൻ പോവുകയാണ്. ഈ പഴയ വീടിടിച്ച് പൊളിച്ച് പുതിയ വീട് പണിയുക, സ്വർഗമാകുന്ന വീട് പണിതുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇപ്പോഴത്തെ സമയത്തെക്കുറിച്ച് മനസ്സിലാക്കാൻ ബാബ പറയും. പിന്നെ ഈ പഴയ വീട് നമ്മൾ ഒത്തിരി മെയിൻ്റെനൻസ് പണി, ഈ ലോകത്തിലെ ധനം സമ്പാദിക്കാനും ഇല്ല ഈ ലോകത്തിലുള്ള പ്രശ്നങ്ങളിലും കാര്യങ്ങളിലും ഒത്തിരി ഇടപെട്ട് അതിൽ നിന്ന് നമ്മുടെ സമയം വ്യർത്ഥമാക്കി കളയല്ലേ. ഇനി ചില കാര്യങ്ങളൊക്കെ നമുക്ക് തോന്നാം ഇത് നല്ലതല്ലേ, എങ്കിൽ പോലും നമുക്ക് ഇപ്പോഴത്തെ സമയം അനുസരിച്ച് അതിനൊന്നും പ്രയോജനം ഉണ്ടാകില്ല. നമ്മൾ പുരുഷാർത്ഥം ചെയ്യേണ്ട സമയമാണ്. പുതിയ വീട്ടിലേക്ക് പോകാൻ തയ്യാറാകേണ്ട സമയമാണ്. അതിന് പുരുഷാർത്ഥം ചെയ്യണം, ബാബയെ ഓർമ്മിക്കണം, തന്നെ സദോപ്രധാനമാക്കി മാറ്റണം. അപ്പോൾ ഇതിനു വേണ്ടി പ്രയത്നിക്കേണ്ട സമയമാണിത്. എങ്കിലേ ആ ലോകത്തിലേക്ക് പോകാൻ സാധിക്കുള്ളൂ. അങ്ങനെ ഇപ്പോൾ ഓരോ ദിവസവും ബാബയെ ഓർമ്മിച്ചും ഗുണങ്ങൾ നിറച്ചും നമ്മുടെ സന്തോഷത്തിൻ്റെ ഡിഗ്രി, പവിത്രത കൂട്ടിക്കൊണ്ടേയിരിക്കും. എങ്കിൽ നമ്മൾ നമ്മളുടെ ജീവിതത്തെ സഫലമാക്കിക്കൊണ്ടിരിക്കുകയാണെന്ന് പറയാൻ സാധിക്കും. ഇന്നത്തെ ചോദ്യം, 21 जन्मों के लिए लॉटरी प्राप्त करने का पुरुषार्थ क्या है? उत्तरम, 21 जन्मों की लॉटरी लेनी है तो मोहाजीत बनो, एक बाप पर पूरा पूरा कुर्बान जाओ. അവർ 21 ജന്മങ്ങളിലേക്കുള്ള ഭാഗ്യം ലോട്ടറി നേടണമെങ്കിൽ, ആസ്തി നേടണമെങ്കിൽ, രാജ്യാധികാരം, ചക്രവർത്തി പദവിയൊക്കെ നേടണമെങ്കിൽ, സദാ സന്തോഷത്തോടുകൂടി ജീവിക്കണമെങ്കിൽ ഇവിടെ നമ്മൾ മോഹാജീത്താകണം. ഈ ദേഹത്തിൻ്റെ ലോകത്തോടുള്ള മോഹത്തെ ഉപേക്ഷിക്കണം. കാരണം ഈ ദേഹമാണെന്ന ബോധത്തിൽ വന്നതുകൊണ്ടും ഈ ദേഹത്തിൻ്റെ ലോകത്തിൽ കുടുങ്ങിപ്പോയത് കൊണ്ടുമാണ് നമുക്ക് ദുഃഖം അനുഭവിക്കേണ്ടി വന്നത്. അതുകൊണ്ട് ബാബ ഇപ്പം നമുക്ക് വന്നിട്ട് ബോധോദയം തന്നു, കുട്ടികളെ നിങ്ങൾ ആത്മാക്കളാണ്, പ്രകാശമാണ്, ഈ ശരീരം നിങ്ങളുടെ വേഷം മാത്രമാണ്. അതുകൊണ്ടിപ്പോൾ ദേഹി അഭിമാനിയായി മാറൂ, ആത്മബോധത്തിലേക്ക് വരൂ എന്ന് ബാബ പറയുകയാണ്. അതുപോലെ ബാബ പറയും, ഒരേ ഒരു ബാബയുടെ മേൽ പൂർണ്ണമായിട്ടും ബലിയാകണം. ബാബ നമുക്ക് യുക്തി പറഞ്ഞുതരാം, കുട്ടികളെ ഇപ്പോൾ പൂർണ്ണമായിട്ടും ബാബയുടെ മേൽ സർവ്വത് സമർപ്പണം ചെയ്യൂ, നിമിത്ത ഭാവത്തോടു കൂടി ട്രസ്റ്റി ആയിട്ട് ജീവിക്കൂ. എങ്കിൽ മാത്രമേ ഈ ദുർവികാരങ്ങളുടെ മേൽ നമുക്ക് വിജയം നേടാൻ സാധിക്കൂ.
सदा यह स्मृति में रहे कि अब यह पुरानी दुनिया बदल रही है, हम नई दुनिया में जा रहे. ബാബ അതുപോലെ പിന്നെയും പറഞ്ഞുതരാം, എപ്പോഴും നമുക്ക് ഇത് ഓർമ്മയുണ്ടാകണം, ഇപ്പോൾ ഈ പഴയ ലോകം മാറാൻ പോവുകയാണ്, പുതിയ ലോകം വരാൻ പോവുകയാണ്. ഇപ്പോൾ ഒരു പുതിയ വീട് പണിത് കഴിയുമ്പം പഴയ വീട്ടിൽ താമസിക്കുകയാണെങ്കിൽ നമ്മുടെ മനസ്സ് പൂർണ്ണമായിട്ട് പുതിയ വീട്ടിലായിരിക്കും. പിന്നെ ആ വീട്ടിൽ മെയിൻ്റനൻസ് പണിയൊന്നും ചെയ്യില്ല. അതുപോലെ ഇപ്പം കുറച്ച് വർഷങ്ങൾക്ക് ശേഷം ഈ ലോകം സ്വർഗമാകാൻ പോവുകയാണ്. ഇവിടെ പൂർണ്ണമായിട്ട് പരിവർത്തനം സംഭവിക്കാൻ പോവുകയാണ്. അതുകൊണ്ട് ഇനി നമ്മൾ ഈ പഴയ ലോകത്തിൽ ഒന്നിനോട് മോഹം വയ്ക്കരുത്. ഒന്നും നേടാൻ വേണ്ടി നമ്മുടെ ശക്തിയും സമയം ധനവും ഒന്നും വേസ്റ്റ് ആക്കേണ്ടതായിട്ടില്ല. അതിന് പകരം ഇപ്പോൾ നമ്മൾ പൂർണ്ണമായിട്ട് പുരുഷാർത്ഥത്തിൽ മുഴുകണം. അതിനുവേണ്ടി നമ്മുടെ സമയവും സങ്കല്പവും സംബന്ധവും ധനവും ശരീരവും എല്ലാം ഉപയോഗിക്കണം. എങ്കിൽ 21 ജന്മങ്ങളിലേക്ക് പല മടങ്ങായി ലഭിക്കും, എല്ലാം സഫലമാക്കാൻ സാധിക്കും. എങ്കിലതെല്ലാം പ്രയോജനപ്പെട്ടു എന്ന് പറയാൻ സാധിക്കും. इस पुरानी दुनिया को देखते भी नहीं देखना, सुदामा मिसल चावल मुट्ठी सफल कर सत्य की बादशाही लेनी है. ബാബർ ഈ പഴയ ലോകത്തതുകൊണ്ട് കണ്ടിട്ടും കാണരുത്. അപ്പം എന്തൊക്കെ ആകർഷണങ്ങൾ ഉണ്ടെങ്കിലും ശരി, നമ്മൾ മനസ്സിലാക്കണം, ഈ പഴയ ലോകം ഇപ്പോൾ തീരാൻ പോവുകയാണ്. ഞാൻ ഈശ്വരീയ വിദ്യാർത്ഥിയാണ്. ഇപ്പോൾ ഞാൻ പുരുഷാർത്ഥം ചെയ്യേണ്ട സമയമാണ്. പുതിയ ലോകത്തിലേക്ക് വേണ്ടി വേണം ഇനി ഇൻവെസ്റ്റ് ചെയ്യാൻ. അപ്പം നമ്മൾ പിന്നെ ഈ പഴയ ലോകത്തെ കണ്ടിട്ടും കാണാതിരിക്കും. അതുപോലെ തന്നെ ബാബ പറയാം, കുചേലനെ പോലെ ഒരു പിടി അവല് കൊടുത്ത് സത്യുഗി ചക്രവർത്തി പദവി നേടണം. ബ്രഹ്മാബാബ എപ്പോഴാണ് മനസ്സിലാക്കിയത്, ഞാൻ ചക്രവർത്തി പദവി നേടാൻ പോവുകയാണ്, 21 ജന്മങ്ങളിലേക്ക് രാജാവാകാൻ പോവുകയാണ്. അപ്പോൾ ബാബ തൻ്റെ രത്ന വ്യാപാരത്തിലെ പാർട്ട്ണർക്ക് എന്താണോ വേണ്ടത് അതെല്ലാം എടുത്തോളാൻ പറഞ്ഞു. തനിക്ക് എന്താണോ തരാനുള്ളത് അത് തന്നോളാനും പറഞ്ഞു. കാരണം ബാബയ്ക്ക് മനസ്സിലായി താൻ ചക്രവർത്തിയാകാൻ പോവുകയാണ്, രാജാവാകാൻ പോവുകയാണ്. അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ ഈ ബിസിനസ് ഇതൊക്കെ വെറും ഒരു ചുമട് മാത്രമാണ്. അപ്പോൾ തൻ്റെ പാർട്ട്ണറിന് ശരിക്കും ചുമടാണ് കിട്ടുന്നത്. പക്ഷെ ഞാൻ ചക്രവർത്തിയാകാൻ പോയി 21 ജന്മങ്ങളിലേക്ക്. അങ്ങനെ ബാബ പൂർണ്ണമായിട്ടും പിന്നെ ആ വ്യാപാരമൊക്കെ ഉപേക്ഷിച്ചു. സമ്പത്ത് മുഴുവൻ ശിവബാബയുടെ മുമ്പിൽ സമർപ്പിച്ചു. എൻ്റെ ബാബ താമസിച്ചതും ഒരു കുടിലായിരുന്നു. അതുപോലെ നമുക്ക് എന്താണുള്ളത്, ചിലരൊക്കെ ബാബയുടെ യജ്ഞത്തിലേക്ക് 1 രൂപയായിരിക്കും നൽകുന്നത്. പക്ഷെ ബാബ പറയാ അത് ബാബ വജ്രവും വൈഡൂര്യവും പോലെയാണ് കാണുന്നത്. അത്രത്തോളം ബാബ അതിന് വില കൊടുക്കുന്നുണ്ട്. നിങ്ങൾക്ക് സത്യയുഗത്തിൽ കൊട്ടാരങ്ങൾ ലഭിക്കും, പക്ഷെ അത്രത്തോളം ഭാവനയോടുകൂടി വേണം നമ്മൾ ബാബയ്ക്ക് നൽകാൻ. ഇന്ന് ധാരണ ചെയ്യേണ്ട മുഖ്യമായ പോയിന്റ്സ് നോക്കാം. ഫസ്റ്റ് പോയിന്റ്, अब इस शरीर से कोई भी विकर्म नहीं करना है. ऐसे कोई आसुरी एक्ट ना हो जिससे रजिस्टर खराब हो जाए. ബാബറ ഇത്രയും കാലം നമ്മൾ ഒത്തിരി വികർമ്മങ്ങൾ ചെയ്തിട്ടുണ്ട്, അതിൻ്റെ തന്നെ പാപഭാരം ഒത്തിരി ഉണ്ട്, അതെല്ലാം നമുക്ക് ഇല്ലാതാക്കണം. അപ്പോൾ അതുകൊണ്ട് ഇനി നമ്മൾ വളരെ ശ്രദ്ധയോടുകൂടി ഇരിക്കണം. ഇനി നമ്മളൊരു വികർമ്മവും ചെയ്യാൻ പാടില്ല. നമ്മുടെ പഴയ ആസുരീയ സംസ്കാരം വീണ്ടും എമേർജാകാൻ പാടില്ല. ആസുരീയമായ കർമ്മം ഉണ്ടാകരുത്. നമ്മുടെ വാക്കുകളിൽ ആസുരീകത ഉണ്ടാകാൻ പാടില്ല. നമ്മുടെ സങ്കല്പങ്ങളിലും ആസുരീകത ഉണ്ടാകാൻ പാടില്ല. രണ്ടാമത്തെ പോയിന്റ്, ഏക്ക് ബാക്കി യാദ്മേ നശീമേ രഹനാ ഹൈ. ഒരേ ബാബയുടെ ഓർമ്മയുടെ ലഹരിയിലിരിക്കണം. ലോകത്തിൽ മനുഷ്യർ അവരുടെ സമ്പത്തിൻ്റെ, ആൾബലത്തിൻ്റെ, പേരിൻ്റെ, പ്രശസ്തിയുടെയൊക്കെ ലഹരിയിലിരിക്കാറുണ്ട്. പക്ഷെ ബാബറ ഇവിടെ നിങ്ങൾക്ക് ബാബയെ ഓർമ്മിച്ച് ലഹരി ഉണ്ടാകണം, ആനന്ദത്തിലിരിക്കണം. പാവൻ ബന്നേക്ക മൂല പുരുഷാർത്ഥ് ജരൂർ കർണ ഹൈ. അതുവഴി ബാബറെ സ്വർഗത്തിൽ പോകണമെങ്കിൽ തീർച്ചയായിട്ടും പവിത്രമാകണം, സദോപ്രധാനമാകണം. അതുകൊണ്ട് പാവനമാകാനുള്ള അടിസ്ഥാനമായ പുരുഷാർത്ഥം ഇപ്പോൾ തീർച്ചയായിട്ടും ചെയ്യണം. കക്കയ്ക്ക് പിന്നാലെ തൻ്റെ അമൂല്യമായ സമയത്തെ വേസ്റ്റാക്കാതെ ബാബയുടെ ശ്രീമത്തനുസരിച്ച് നടന്ന് തൻ്റെ ജീവിതത്തെ ശ്രേഷ്ഠമാക്കണം. ബാബ പറയുമ്പോൾ 10 ലക്ഷം രൂപ 20 ലക്ഷം രൂപയൊക്കെ സമ്പാദിക്കുക. പക്ഷെ ഇതൊക്കെ ഇപ്പോഴത്തെ നമ്മളുടെ ബാബയുടെ ഈ പഠിപ്പിലൂടെ
കിട്ടുന്ന സമ്പത്ത് വെച്ച് നോക്കുമ്പം വെറും കക്കയ്ക്ക് സമാനമാണ്. ഇത് 21 ജന്മങ്ങളിലേക്കുള്ള സമ്പത്താണ്. അനേക ജന്മങ്ങളിലേക്കുള്ള ചക്രവർത്തി പദവിയാണ് ലഭിക്കുന്നത്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ നമ്മളുടെ ഇപ്പോൾ ഉള്ള സമ്പാദ്യമൊക്കെ കക്കയ്ക്ക് തുല്യമാണ്. അപ്പോൾ അതിൻ്റെ പിന്നാലെ പോയി തൻ്റെ സമയത്തെ നഷ്ടമാക്കാൻ പാടില്ല. അത്യാവശ്യം തനിക്ക് വേണ്ട കാര്യങ്ങൾ, തൻ്റെ കൂടെയുള്ളവർക്ക് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യണം. പക്ഷേ ഇവിടെ നമുക്കിപ്പോൾ ഏറ്റവും മുഖ്യമായിട്ടുള്ളത് നമ്മളുടെ പുരുഷാർത്ഥം തന്നെയാണ്, ഈ ഈശ്വര ജീവിതം തന്നെയാണ്. അതുപോലെ തന്നെ ഈ ഈശ്വര സേവനത്തിൽ നമ്മളെല്ലാം സഫലമാക്കണം. ഇന്ന് ബാബ നൽകുന്ന ഈശ്വര വരദാനം എന്താണെന്ന് നോക്കാം. സ്വയം को मोल्ड कर रियल गोल्ड बन हर कार्य में सफल होने वाले सो परिवर्तक भव. സ്വയത്തെ മോൾഡ് ചെയ്ത് ചേഞ്ച് ചെയ്ത് ഗോൾഡായി മാറി ഓരോ കർമ്മത്തിലും വിജയം നേടുന്ന സ്വപരിവർത്തകരായി ഭവിക്കട്ടെ. ആരാണോ ഓരോ പരിസ്ഥിതിയിലും സിറ്റുവേഷനിലും സ്വയം തന്നെ പരിവർത്തനപ്പെടുത്തി സ്വപരിവർത്തകരാകുന്നത് അവരാണ് വിജയായി മാറുന്നത്. അതുകൊണ്ട് എപ്പോഴും സ്വയത്തെ പരിവർത്തനപ്പെടുത്തുന്നതിനുള്ള ലക്ഷ്യം വയ്ക്കണം. ദൂസര ബദലേത്തോ മേ ബദലു നിഹി. അവർ മാറുകയാണെങ്കിൽ ഞാനും മാറാം, അങ്ങനെ ആകാൻ പാടില്ല. മറ്റുള്ളവർ മാറുവോ മാറാതിരിക്കുകയോ, പക്ഷേ ഞാൻ തീർച്ചയായിട്ടും പരിവർത്തനപ്പെടും, മാറും. ഹേ അർജുൻ മുജേ ബന്ന ഹേ. അങ്ങനെ അർജുനനാകേണ്ടത് എനിക്കാണ്. സദാ പരിവർത്തനപ്പെടുന്നതിൽ ഞാനാണ് ഏറ്റവും ആദ്യം. ജോ ഇസ്മേം പഹലെ മേ കർത്ത വഹി പഹല നമ്പർ ഹോ ജാത്ത. അങ്ങനെ ആരാണോ സ്വയം പരിവർത്തനപ്പെടുത്തുന്നതിൽ ഞാനാണ് ആദ്യം, അങ്ങനെ സ്വയം തന്നെ മോൾഡ് ചെയ്യുന്നത്, അവരാണ് നമ്പർ 1 ആകുന്നത്. ക്യോങ്കി സ്വയം കോ മോൾഡ് കർണേ വാല ഹി റിയൽ ഗോൾഡ് ഹേ. കാരണം ആരാണോ സ്വയം തന്നെ പരിവർത്തനപ്പെടുത്തുന്നത് അങ്ങനെയുള്ളവരാണ് റിയൽ ഗോൾഡ് ആയിട്ടുള്ളവർ. റിയൽ ഗോൾഡ് ഹി വാല്യൂ ഹേ. റിയൽ ഗോൾഡ് ആയിട്ടുള്ളവർക്ക് വാല്യൂ ഉള്ളൂ. അപ്പോൾ പറയുന്നത് നമ്മുടെ മുന്നിൽ എന്തൊക്കെ പ്രശ്നങ്ങൾ വന്നാലും ശരി, ആ പ്രശ്നങ്ങൾ നമ്മളെ സ്വാധീനിക്കാൻ പാടില്ല. അപ്പോൾ നമ്മളെ ദുഃഖിപ്പിക്കുന്ന ഒരു സിറ്റുവേഷൻ വന്നു, അപ്പോൾ നമുക്ക് ദുഃഖം ഉണ്ടായി. അപ്പോൾ അവിടെ വിജയിച്ചത് ആ സിറ്റുവേഷനാണ്, പരിസ്ഥിതിയാണ്. അപ്പോൾ വ്യക്തികളിലൂടെ ആകാം, ഇല്ല നമ്മുടെ ശരീരത്തിലൂടെ ഒന്ന് രോഗമാകാം, ഇല്ല നമ്മുടെ വ്യാപാരത്തിലുണ്ടായ നഷ്ടമാകട്ടെ. എന്ത് വന്നാലും ശരി, അത് നമ്മൾ ദുഃഖിപ്പിക്കാൻ വേണ്ടി വന്നതായിരിക്കാം. പക്ഷെ നമ്മളതിൽ ദുഃഖിക്കാൻ പാടില്ല. അത് നമ്മളുടെ മനസ്സിനെ സ്വാധീനിക്കല്ല, പ്രഭാവം ചെലുത്തരുത്, നമ്മുടെ മൂഡ് മാറിപ്പോകാൻ പാടില്ല. പകരം നമ്മൾ അതിനെ പരിവർത്തനപ്പെടുത്തണം, അതിനെ പോസിറ്റീവായിട്ട് കാണണം. ഇനി വ്യക്തികളാണെങ്കിൽ അവരെ പ്രതി ശുഭ ഭാവന വയ്ക്കണം. അതുകൊണ്ട് നമ്മളൊരിക്കലും വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കാൻ പാടില്ല, എൻ്റെ ഈ സാഹചര്യം മാറട്ടെ, ഇല്ല ഈ വ്യക്തികൾ മാറട്ടെ, അപ്പോൾ നമ്മൾ മാറാം. അങ്ങനെയുള്ളവരെ, സാഹചര്യത്തിനനുസരിച്ച് മാറുന്നവരെ ഗോൾഡാന്ന് പറയാൻ പറ്റില്ല. അവർ മോഡറേഷൻ മാർക്കി പാസ്സാകുന്നവരാണ്. സാഹചര്യത്തെ തന്നെ മാറ്റുന്ന ആരാണോ അവരാണ് നമ്പർ 1 ആകുന്നത്. അവർ മാസ്റ്റർ രചയിതാവായി മാറി, വിഘ്നവിനാശകനായി മാറി. അങ്ങനെയുള്ളവരെയാണ് അർജുനൻ എന്ന് പറയുന്നത്. ആർജിക്കാൻ കഴിവുള്ളവൻ. അത് ശാന്തമായിരിക്കണം, സ്നേഹത്തോടെ പെരുമാറാൻ സാധിക്കണം, സഹിക്കാനും ക്ഷമിക്കാനും സാധിക്കണം, നേരിടാൻ സാധിക്കണം. അങ്ങനെ നമ്മൾ ഈ ഗുണങ്ങളെ, ശക്തികളെ ഉപയോഗിക്കുന്നതിൽ ഞാൻ ആദ്യം നമ്പർ 1 ആകണം. ഇന്നത്തെ സ്ലോഗൻ പറയുന്ന ബാബി ഇപ്പോൾ നമ്മളെ അച്ഛൻ, ടീച്ചർ, സദ്ഗുരുവായിട്ടൊക്കെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്, പാലന ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ അച്ഛനെ അല്ലെങ്കിൽ ടീച്ചറിനെ, ഗുരുവിനെ നമ്മൾ ഷോ ചെയ്യണം, പ്രത്യക്ഷമാക്കണം. ഇവരിങ്ങനെ ആക്കിയത് ആരാണ്? ഇവരെത്ര നല്ല പഠിപ്പാണ് ഈ പഠിച്ചുകൊണ്ടിരിക്കുന്നത്, എത്ര ഗുണവാനായി തീർന്നു, ഇവരെത്ര ശ്രേഷ്ഠരായത് എങ്ങനെയാണ്, ഇല്ല ഇവരുടെ രക്ഷകൻ ആരാണ്, ഇവരെത്ര ശക്തിശാലിയാണ്, ഇവരെത്ര സന്തോഷത്തോടു കൂടി ജീവിക്കുന്നു എന്ന് നമ്മളെക്കുറിച്ച് മറ്റുള്ളവർ ചിന്തിക്കണം. അങ്ങനെയാണ് നമ്മൾ ഈശ്വരനെ നമ്മളിലൂടെ പ്രത്യക്ഷമാക്കേണ്ടത്. നമ്മുടെ അലൗകിക സുഖവും ശാന്തിയും ശക്തിയൊക്കെ
അവർക്ക് അനുഭവിക്കാൻ സാധിക്കണം. കാരണം ഇപ്പോൾ പ്രത്യക്ഷമായ തെളിവാണ് എല്ലാവരും ആഗ്രഹിക്കുന്നത്. അപ്പോൾ നമ്മളുടെ ജീവിതത്തിൽ നമ്മൾ അങ്ങനെ പരിവർത്തനം കൊണ്ടുവന്ന് കാണിക്കണം, എക്സാമ്പിളായി മാറണം. അങ്ങനെ പ്രത്യക്ഷതയിൽ നമ്മളിലൂടെ ഈശ്വരനെ മറ്റുള്ളവർക്ക് കാണാൻ സാധിക്കണം. അങ്ങനെ പ്രത്യക്ഷ പ്രമാണമാകും എന്നാണ് ബാബ പറഞ്ഞത്. ഇന്നത്തെ സമാനം, ഞാൻ സ്വപരിവർത്തക ആത്മാവാണ്. ഓം ശാന്തി.